രോഗിയെ കളിയാക്കുന്നത് ക്രൂരതയില്ലേ സ്വാമി? പത്രത്തിൽ രോഗം മാറട്ടെ എന്നെഴുതിയ നമ്മുടെ രോഗം മാറുമോ വൈദ്യരെ? അതില്ല. എങ്കിലും സാമാന്യ മര്യാദയില്ലേ ഏതിനും? എന്താ ലേഖനത്തിന്റെ ഉള്ളടക്കം? സ്വാമി അസാധാരണത്വമുള്ള യോഗിയോ സിദ്ധനോ ആണെങ്കിൽ ഇങ്ങനെ ക്ലേശിക്കേണ്ടി വരുമോ എന്ന്. ഇത്രയേ ഉള്ളോ? നമ്മെ സന്ദർശിക്കാൻ വരുന്ന പലരും ഇക്കാര്യം മനസ്സിൽ പറയുന്നുണ്ടാവും. ഞാനും വിചാരിക്കാറുണ്ട്. സ്വാമിക്ക് ഈ രോഗം മാറ്റാൻ അരക്ഷണം പോലും വേണ്ട. പ്രകൃതി തന്ന വസ്ത്രമല്ലേ ശരീരം. അത് നനച്ചാ നനയും, ഉണക്കാനിട്ട ഉണങ്ങും, കത്തിച്ച കത്തിയെരിയും. അത്രയേ ഉള്ളൂ വൈദ്യരെ. ഞങ്ങൾ വൈദ്യന്മാര് സ്വാമിയെ സന്ദർശിക്കാൻ വരുന്നവർക്കെല്ലാം ചില വിലക്കുകൾ വെച്ചിട്ടുണ്ട്. സ്വാമിക്കത് ഇഷ്ടമല്ലെങ്കിലും അതും ഇനി ലേഖനമാകുമോ എന്തോ. അതും ലേഖനമാവട്ടെ, നമുക്കും രസിക്കാമല്ലോ. സ്വാമി, പുറത്താരോ വന്ന് നിൽക്കുന്നല്ലോ. കണ്ടിട്ട് രോഗിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ വേണ്ട. സ്വാമിക്ക് കിഴിയിടുകയല്ലേ. പുറത്തുള്ള വൈദ്യന്മാരെ കാണിച്ചാ പോരെ? എന്താ? ആരുടെ കാര്യമാ? രോഗിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. സ്വാമി കാണണോ അത്രേ. അതിനെന്താ, കൊണ്ടുവരട്ടെ. സ്വാമി ഈ അവസ്ഥയിൽ കഴിയുമ്പോ ഭീഷ്മരുടെ ശരശയ്യ, നമ്മുടെ രോഗശയ്യ ഭേദമാവില്ല. ശരീരക്ലേശങ്ങളെല്ലാം ഇവിടെ തന്നെ തീരാനുള്ളതാ. കേറി വരൂ. അവിടെ ഇരുത്തിക്കോളൂ. കിണ്ടിന്ന് അല്പം വെള്ളം തരൂ. സാരമില്ല, ഇനി കൊണ്ടുപോവാം. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? ഇവളുടെ നട്ടല് വളയില്ല സ്വാമി. സാരമില്ല, താങ്ങി നിർത്തി നോക്ക്. എഴുന്നേൽപ്പിക്കാം. മോളെ എനിക്ക് പേരെന്താ? ഇവളെന്താ ഒന്നും മിണ്ടില്ലേ? വർഷങ്ങളായി ഒന്നും മിണ്ടില്ല സ്വാമി. ഒന്നും കഴിക്കില്ലേ? ഇല്ല സ്വാമി. വാ. ആ കൽക്കണ്ടം എടുത്തേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വേച്ച് വേച്ച് നടത്തണം സ്വാമി. പിന്നെ ഓടി നടക്കും.
വൈദ്യരെ ഓ. കിഴി ചൂടോടെ ഇടുക. നമുക്കുള്ള ചികിത്സ തുടരട്ടെ. സ്വാമി. അടിച്ചമർത്തപ്പെടുന്നവരുടെ നെടുവീർപ്പുകളാണ് പലപ്പോഴും കൊടുങ്കാറ്റാവുന്നത്. തുറക്കാത്ത വാതിലുകൾ ചവിട്ടി തുറക്കണം, അടഞ്ഞ വഴികൾ വെട്ടി തുറക്കണം. അതിനുള്ള ചങ്കുറപ്പുണ്ടാവണം. നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാം നടക്കും. യാചിക്കുന്ന കൈകളല്ല നമുക്ക് ആവശ്യം, ആകാശത്തെ വിറപ്പിക്കുന്ന കൈകളാവണം. അടിയാളന്റെ ഒച്ച കൊടുമുടി കയറണം. സ്വാമി, നിന്നോളാ സ്വാമി. എത്രയോ കാലം നിന്നതാ, ഇനി ഇരിക്കണം അഭിമാനത്തോടെ, അധികാരത്തോടെ. രാഹു നമ്മെയും ബാധിച്ചു. ഇപ്പോഴെല്ലാം വൈദ്യന്മാരുടെ കൽപ്പനയ അനുസരിച്ചല്ലേ പറ്റൂ. ഇപ്പോഴാ വരാൻ പറ്റിയത്. രാവിലെ തുടങ്ങും ഓരോരോ തിരക്കുകൾ, കാര്യങ്ങൾ. എങ്കിലും സദാ പ്രാർത്ഥിക്കും സ്വാമിയുടെ ആരോഗ്യത്തിന് വേണ്ടി. നമ്മുടെ ആരോഗ്യത്തിനോ? നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ. മുട്ട വിരിയാൻ തുടങ്ങിയ പിന്നെ തോടെന്തിന്? സ്വാമി അങ്ങനെയൊന്നും പറയരുത്. മഹാവൃക്ഷങ്ങളല്ലേ മലകളുടെ ബലം. സ്നേഹ കൂടുതൽ കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. കർമ്മഗതിയോടടുത്ത ഈ ശരീരത്തിന്റെ ആവശ്യമില്ല. അഴിമുഖം ദർശിച്ച പുഴകൾ കരകളെ വെടിയും. സ്വാമി വേദാന്തക്കടൽ കടന്നയാളല്ലേ. ഓരോ വാക്കിലുമുണ്ട് അഴകും മുഴക്കവും. അല്പം വെട്ടം കണ്ടെന്ന് കരുതി വിശ്രമം പാടില്ല. ഇരുട്ട് വീണ്ടും പരക്കുമെന്ന് ഓർക്കണം. ഈ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. അനുഗ്രഹ നക്ഷത്രങ്ങൾ തലയ്ക്ക് മീതെ ഉദിച്ചു നിൽക്കും. മേലോട്ടൊന്ന് നോക്കിയാ മതി, എല്ലാം കാണാം. തലപ്പാവ് വയ്ക്കണം. എന്നും തലയെടുപ്പോടെ നടക്കണം. നാം ഇവിടെ പുതിയൊരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്.
പ്രതിബന്ധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരു കോട്ടവും കൂടാതെ ആ യന്ത്രം എന്നെന്നും പ്രവർത്തിച്ചോളും. അതിന് തൃപ്പാദങ്ങളുടെ കടാക്ഷം ഒന്ന് മാത്രം മതി. കന്നി 5 നല്ല ദിവസമാ. അന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കണം. സ്വാമിയുടെ കൽപ്പന പോലെ എല്ലാം നടക്കും. മോള് പഠിച്ച് വളരണം, മഹാഗണി പോലെ ഉയരണം കേട്ടോ. എങ്ങനെയുണ്ട് സ്വാമി അസുഖം? അസുഖത്തിലെ അകാരം പറന്നുപോയി. ഇപ്പൊ സുഖം, പരമസുഖം. പിന്നെ വരാ സ്വാമി. മോള് പ്രാതലൊക്കെ കഴിച്ചോ? കഴിച്ചു സ്വാമി, പക്ഷേ മധുരപ്പൊട്ട് കിട്ടിയില്ല. സ്വാമിക്ക് സുഖമായിട്ട് മധുരപ്പൊട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കണം. അതിനെന്താ, മോള് സന്തോഷത്തോടെ വിദ്യാലയത്തിലേക്ക് പോവുക. എന്ത് ഗുരുത്വവും സ്നേഹവും ഉള്ള കുട്ടി. ഇവിടെ ശിവഗിരിയിൽ എടുത്തു വളർത്തി പഠിപ്പിക്കുന്ന കുട്ടിയ. നമ്മുടെ ശാരദാദേവിക്ക് പ്രിയപ്പെട്ട കുട്ടി. നായരും നമ്പൂതിരിയും ഈഴവനും പുലയരും എല്ലാരും ഉണ്ട്. എല്ലാ മതക്കാരും ഉണ്ട്. ഇവരൊക്കെയാ ഇനി ശിവഗിരിയുടെ സമ്പാദ്യം, നമ്മുടെ പിന്മുറക്കാർ. പ്രതിഷ്ഠ കൊണ്ട് മാത്രമല്ല, വിദ്യ കൊണ്ടും സ്വാമി വിപ്ലവം നടത്തി. ആ കുട്ടി പോകുന്നത് കാണുമ്പോ സന്തോഷം തോന്നുന്നു. നനച്ചത് ചിലതൊക്കെ നടന്നു. മലയാളക്കരയ്ക്ക് സ്വാമി സമ്മാനിച്ച മഹാസൗഭാഗ്യങ്ങൾ. അറിവിനെ ഏത് കിരീടവും കുമ്പിടും. വിദ്യയേക്കാൾ വിളവ് തരുന്ന വിത്ത് ഈ ലോകത്തുണ്ടോ? മനുഷ്യ മനസ്സിൽ സ്വാമി ആദ്യം പ്രതിഷ്ഠിച്ചതും അതുതന്നെയാണല്ലോ. ഒരിക്കലും ഇളകാത്ത പ്രതിഷ്ഠ. സായാഹ്നത്തിൽ ചുറ്റുപാടെല്ലാം ഒന്ന് കാണണം. പോക്കുവെയിലിന്റെ ഭംഗിയിൽ. സ്വാമി ഒന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. കൽപ്പനയല്ല, നമ്മുടെ ഒരിച്ഛ പറഞ്ഞെന്നേ ഉള്ളൂ. സ്വാമിയാണ് ഞങ്ങൾക്ക് ജീവിതം നൽകിയത്. ഇത് ഞങ്ങളുടെ സൗഭാഗ്യമാണ്.
ഭൂമിയിൽ ഓടി നടക്കുമ്പോൾ നാം ആകാശത്തെ ശ്രദ്ധിക്കാറില്ല. രോഗശയ്യയിലാവുമ്പോൾ മേലാകാശത്തെ ചിന്തിക്കും, ചിതാകാശത്തെയും. പണ്ട് മിണ്ടാപ്രാണികളെ കൊണ്ട് വണ്ടി വലിപ്പിക്കുന്നതും നില ഉഴുന്നതും നാം എതിർത്തിരുന്നു. ഇപ്പോഴിതാ നിങ്ങളെ കൊണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് സ്വാമി. പുറം കാഴ്ചകൾ കാണണമെന്ന സ്വാമിയുടെ ആഗ്രഹം സാധിച്ചു തരാൻ അവസരം കിട്ടിയല്ലോ. മേഘങ്ങൾ നമ്മെ നോക്കി ചിരിക്കുന്നു. ആകാശത്തിന്റെ എല്ലാ ഭാവങ്ങളും മേഘങ്ങളിൽ തെളിയുന്നു, കണ്ണാടി പോലെ. സ്വാമി മുൻപ് പറഞ്ഞിട്ടുണ്ട്, സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും എത്ര സഞ്ചരിച്ചിട്ടും മതിവരാത്ത ആകാശമെന്ന്. തണലും കുളിരും തന്ന മരച്ചില്ലകൾ കവിത ചൊല്ലും പോലെ. എത്രയെത്ര മുഹൂർത്തങ്ങൾ, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. പല ദിക്കിലെ കിളികൾ നമ്മെ കാണാൻ വരും. തൃപ്പാദങ്ങളുടെ ദീനമറിഞ്ഞ് ജനങ്ങൾക്കാണ് ദുഃഖം. സ്വാമിക്ക് ഒരു കുലുക്കവുമില്ല, പുഞ്ചിരിയും തമാശകളും. നാളെ നല്ല ദിവസമാണല്ലേ? നാളെ വ്യാഴാണ്, ഷഷ്ടിയും. ശുക്ലപക്ഷത്തിലെ അനിഴ നക്ഷത്രം. വ്യാഴഹോരയ്ക്ക് പുറപ്പെടുവാൻ പറ്റിയ സമയമാണ്. സ്വാമി എന്തൊക്കെയാണ് പറയുന്നത്? സ്വാമി അടുത്ത ദിവസങ്ങളിലായി രാഹു ഗ്രഹിച്ചെന്നും യാത്രാകാര്യങ്ങളും മറ്റും പറയുമ്പോൾ എല്ലാവർക്കും ദുഃഖമാണ്. ആരും ദുഃഖിക്കരുത്. പോക്കുവരവുകൾ ചേർന്നതാണ് ജീവിതം. ഒന്നോർത്ത, ഭൂമി ജീവാത്മാവും ആകാശം പരമാത്മാവും തന്നെ. സ്വാമി ദീർഘകാലം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം, സൗരയുധത്തിന് സൂര്യൻ പോലെ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അന്വേഷിച്ചത് കണ്ടെത്തിയ പിന്നെ അവിടെ എന്തിനു ചുറ്റിത്തിരിയണം? പിന്നെ സൂര്യൻ അസ്തമിച്ചാലും പ്രകാശം അസ്തമിക്കുന്നില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അങ്ങനെ ശാരദയും മടങ്ങി. ഇനി വൈദിക മഠത്തിലേക്ക് മടങ്ങണം. അതിന് സമയമായി.